ഹായ്. അപ്പോഴേ നമ്മൾ ഇന്നാണെങ്കിൽ ഒരു ചേച്ചി നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ കൃത്യം വന്നപ്പോൾ നമ്മുടെ അവലോസ് പൊടി തീർന്നു പോയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വേഗം അവലോസ് പൊടി ഉണ്ടാക്കി അവലോസുണ്ട ഉണ്ടാക്കിട്ടോ. അന്നേരം കുറേ പേര് നമ്മൾ അവലോസുണ്ടേൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ സംശയം ചോദിക്കാറുണ്ട്, ശർക്കരയിലാണോ ഉണ്ടാക്കുന്നത്, പിന്നെ അതിൻ്റെ കട്ടി എത്ര ഉണ്ടാവും, കടിച്ചാൽ പൊട്ടുമോ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. നമ്മുടെ അവലോസുണ്ട കാണിച്ചു തരാം. നമ്മുടെ അവലോസുണ്ട നമ്മൾ ശർക്കരയിൽ തന്നെ അവലോസുണ്ട ഉണ്ടാക്കുന്നത്. പഴയ നമ്മുടെ കൈകൊണ്ട് പിടിക്കുന്ന പഴയ രീതി ആയതുകൊണ്ട് ഷെയ്പ്പൊക്കെ ഇച്ചിരി മേക്കോന്നായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ അവലോസുണ്ടയ്ക്ക് ഒത്തിരി കട്ടിയൊന്നുമില്ല. എന്താ പറയുക, ഇച്ചിരി വയസ്സായവർക്കാണേലും കടിക്കാൻ പാകത്തിനാട്ടോ ആക്കുന്നത്. മീനു ഒന്ന് കടിച്ച് കാണിക്കണേ. അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു കൊടുത്തേ എല്ലാവരും. അപ്പം ദേ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര കട്ടിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കടിച്ചാൽ പൊട്ടും കേട്ടോ. ഇങ്ങനെ ഇരിക്കുവേ, ഒത്തിരി കട്ടിയില്ല. എന്നാൽ നമ്മൾ അയച്ചാൽ പൊട്ടിപ്പോവും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയ കട്ടി ഉണ്ടെന്നാൽ ഒത്തിരി. പിന്നെ നമ്മുടെ അവലോസ് പൊടി കണ്ടേ, അവലോസ് പൊടി നമ്മൾ മധുരം ഇല്ലാതെ കൊടുക്കുന്നത്. ആവശ്യത്തിന് മധുരം ആൾക്കാർക്ക് വേണ്ട പോലെ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിക്കാവേ. ഇതാണ് കേട്ടോ നമ്മുടെ അവലോസ് പൊടി. എനിക്ക് അവലോസ് ഉണ്ടേനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം അവലോസ് പൊടിയാണ്. എനിക്ക് മധുരം ഇല്ലാത്ത അവലോസ് പൊടി ഭയങ്കര ഇഷ്ടമാണ്, ചായ കൂട്ടി കഴിക്കാൻ. അവലോസുണ്ട ഉണ്ടാക്കി, ഇന്ന് അവലോസ് പൊടി ഉണ്ടാക്കി. അതായിരുന്നു ഒന്നാമത്തെ പരിപാടി. മിനിമം അതുകൊണ്ട് ഉണ്ടാക്കിയ ക്ഷീണം മാറ്റാൻ കഴിച്ചു തീർത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ അവലോസ് പൊടിയും വേണ്ടവർ വാട്സപ്പ് ചെയ്തോട്ടോ, അയക്കാവേ. ബൈ.